ഹലോ, വെൽക്കം ടു സ്റ്റേ സൈക്കി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വന്നിട്ട് ഡിഫെൻസ് മെക്കാനിസം എന്നുള്ള ടോപ്പിക്കാണ്. സോ ആസ് യു നോ, ഡിഫെൻസ് മെക്കാനിസം എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡാണ്. ഡിഫെൻസ് മെക്കാനിസം നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് തിങ് ആണ്. അതായത് നമ്മളൊരു കോപ്പിംഗ് മെക്കാനിസമായിട്ട് ഒക്കെ യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ഡിഫെൻസ് മെക്കാനിസം. നമ്മുടെ ആൻസൈറ്റി ലെവൽ അല്ലെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് സിറ്റുവേഷൻ നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന സമയത്ത് നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു തിങ്ങാണ് ഡിഫെൻസ് മെക്കാനിസം എന്നാണ് ഫ്രോയിഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇൻ അവർ ലൈഫ് വി ഹാവ് യൂസ് ദിസ്. നമ്മളിതെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ലൈഫിൽ. എവിടേക്കാണ് നമ്മളിത് വായിക്കുന്ന സമയത്ത് 10 ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഡിഫെൻസ് മെക്കാനിസമാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത്. സോ വി ആർ ഡിസ്കസിങ് ദിസ് 10 different types of defense mechanism here. So the first defense mechanism is repression. Repression involves blocking a wish or desire from expression so that it can be experienced consciously or expressed directly in behavior. It is an involuntary act that prevents us from being aware of many of our own anxiety producing conflicts or remembering certain traumatic emotional events from our past. അതായത് റിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇവൻറ്റ് അത് കുറച്ച് നമുക്ക് ആൻസൈറ്റി പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് കൊടുക്കുന്ന ഒരു ഇവൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് അത് അൺകോൺഷ്യസ്ലി ഫോഗറ്റ് ചെയ്യല്ല, അതിനെ റിമെമ്പർ ചെയ്യാണ്ടിരിക്കുക, അതിനെ റിപ്രസ് ചെയ്യുന്ന റിപ്രഷൻ എന്ന് പറയുന്നത് റിപ്രസ് ചെയ്തിരിക്കുക. ഒരിക്കലും ഒരു വോളണ്ടറി ആക്ട് അല്ല. ഓവർ ദി ടൈം അത് നമ്മുടെ മൈൻഡ് അത്രയും നമുക്കൊരു ആൻസൈറ്റി കോസിങ് ആണ്. സോ മൈൻഡ് ഇറ്റ് സെൽഫ് അതിനെ എന്ത് ചെയ്യും, റിപ്രസ് ചെയ്യുന്നതിനാണ്, ബ്ലോക്ക് ചെയ്യുന്നതിനെയാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് ഡിനയൽ. അനദർ സിമ്പിൾ ഡിഫെൻസ് occurs when people are overwhelmed by a threat in reality. This defense is denial. Refusal to believe an event took place or a condition existed. An example is a mother who refuses to believe that her son has been killed in combat. Another is child abused by a parent who goes on as if nothing were wrong. അതായത് നമ്മൾ ഡിനയലിൽ വരുന്നത് നമ്മൾ ഡിനൈ ചെയ്ത് വിടുന്ന, അതായത് അങ്ങനെ സംഭവമേ എക്സിസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒഴിഞ്ഞു മാറുക. നമ്മൾ ആ ഒരു കാര്യത്തിനെ ഇല്ലാത്ത പോലെ ലൈക്ക് അങ്ങനെ എക്സിസ്റ്റ് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞിട്ട് നമ്മളതിനെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നൊരു മെക്കാനിസം നമ്മൾ നോ എന്ന് പറയുക, അല്ലെങ്കിൽ അങ്ങനെ സംഭവം എക്സിസ്റ്റ് ചെയ്തിട്ടില്ല, അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ ഡിനൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ ആ ഒരു മെക്കാനിസമാണ് ഡിനയൽ എന്ന് പറയുന്നത്. നമുക്കങ്ങനെ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു കോപ്പിംഗ് സ്ട്രാറ്റജി എടുക്കുക എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ഡിനയൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫാമിലിയിലൊക്കെ ഉണ്ടായതിനു ശേഷം നമ്മൾ ആ ഒരു സംഭവം അതങ്ങനെ ആയിരിക്കും ഇല്ല, അത് അങ്ങനെ പറഞ്ഞ് നമ്മൾ ഡിനൈ ചെയ്ത് വിടും അല്ലേ. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതാക്കുന്നതിനാണ് ഡിനയൽ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പ്രൊജക്ഷൻ. You reduce anxiety by ascribing your own unacceptable qualities to someone else. You project traits, impulses, desires, or even goals onto another person. Projection provides a way to hide your knowledge of a disliked aspect of yourself while still expressing that quality, though in a highly distorted form. For example, if you feel hostile towards others, you repress the feeling. The feeling is still there, however, in projection you develop a perception that others hate you or are out to get you. In a way, your hostile impulses is expressed in a way that's not threatening to you. So, projection എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്തെങ്കിലും നമ്മുടെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ചില ആൾക്കാർ നമ്മൾ ഹാം ചെയ്ത തിങ്സൊക്കെ ഈ പേപ്പർ ചുരുട്ടുക, ഒരു പെന്ന് പൊട്ടിക്കുക, അതുപോലെ തന്നെ എറിഞ്ഞു പൊട്ടിക്കുക, അങ്ങനെ സംഭവമൊക്കെ ചെയ്യല്ലേ. ആ ഒരു സംഭവത്തിനാണ് നമ്മൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. നമ്മളെ ഹാം ചെയ്യാത്ത, നമ്മളെ ത്രെട്ടൻ ചെയ്യാത്ത ഒരു ഒബ്ജക്റ്റിൻ്റെ മേൽ നമ്മുടെ ദേഷ്യം അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ്
കാണിക്കുന്നതിനെ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. Next one is rationalization. Another important difference is rationalization. In rationalization, you reduce anxiety by finding a rational explanation or excuse for a behavior that you really did for unacceptable reasons. For example, the man who cheats on his income tax may rationalize his behavior as reducing the amount of money spent on weapons in the world. So, rationalization എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ന്യായീകരിക്കുന്നതിനെയാണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മളെന്തെങ്കിലും അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു സംഭവം ചെയ്തിട്ട് നമ്മളതിനെ ന്യായീകരിക്കുന്ന ഒരു തിങ്ങിനെയാണ് നമ്മൾ റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ഞാനിങ്ങനെ ചെയ്തിരുന്നത് കൊണ്ടായിരുന്നു എന്ന്. പക്ഷെ നമ്മളോട് ചെയ്തത് അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു, പക്ഷെ നമ്മളെന്താ ഇന്നത് കൊണ്ടാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ന്യായീകരിക്കുക. നമുക്കൊന്നുമില്ല, ഒരു ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കാം അൺആക്സെപ്റ്റഡ് ആയിട്ടുള്ള തിങ്ങിന്. അതിനാണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. Next one is intellectualization. Another defense mechanism is intellectualization, the tendency to think about threats in cold, analytical and emotional detached terms. Thinking about events in this way allows people to dissociate their thoughts from their feelings. It separates and isolates the threatening events from the feelings that normally would accompany. For example, a woman who finds out her husband is dying of cancer may learn as much about cancer and its treatment as she can. By focusing on these tendencies intellectually and compartmentalizing the information, she shields herself from distress. ഇൻ്റലക്ച്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഡിഫെൻസ് മെക്കാനിസം നമ്മളൊരു സംഭവത്തിനെ കൂടുതലൊരു കോൾഡായിട്ടും അനലറ്റിക്കലായിട്ടും ഇമോഷണലി അല്ലാണ്ട് ഒരു ക്ലിനിക്കൽ വേയിൽ തിങ്ക് ചെയ്യുന്നതിനെയാണ് ഇൻ്റലക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ മൊത്തത്തിൽ പോയി അല്ലെങ്കിൽ മൊത്തത്തിൽ ഇല്ലാണ്ടാവുക എന്നുള്ളൊരു സമയം വരുമ്പോൾ നമുക്കൊരു ഡിപ്രഷൻ്റെ സിംറ്റംസ് വന്നു തുടങ്ങിയെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ലോൺലിനെസ് വന്നു തുടങ്ങി. വി ആർ സെർച്ച് ഫോർ ദാറ്റ്, അതായത് നമ്മൾ അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കാം. അതുപോലെ എന്താണ് നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ തോന്നി എന്നുള്ളത് കൂടുതൽ അറിയാൻ ശ്രമിക്കാം. നമ്മളത് ഇല്ലാണ്ടാക്കാൻ എന്തൊക്കെ വേ ഓഫ് തിങ്സ് നമ്മൾ ചെയ്യണമെന്ന് നോക്കാം. അങ്ങനെ നമ്മളൊന്നിൽ ഇമോഷണലി കണക്റ്റഡ് ആവാണ്ട് ഇമോഷണലിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് നമ്മളതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കോപ്പി മെക്കാനിസം അല്ലെങ്കിൽ ഡിഫെൻസ് മെക്കാനിസമാണ് ഇൻ്റലക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. Two more defense mechanisms are generally considered less neurotic and more adaptive than the others. Displacement is shifting an impulse from one target to another. Displacement is a defense in such cases because substituting a less threatening target for original ones reduces anxiety. For example, the student who angry with her professor takes it out on her very understanding boyfriend and avoids anxiety that would arise from attacking her professor. The person with an inappropriate lens who displaces that urge on a permissible target avoids the anxiety that would arise from expressing the desires towards a true target. അതായത് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളോട് എനിക്ക് ദേഷ്യം ഉണ്ടെന്ന് വിചാരിക്കാം, അത് അയാളോട് കാണിക്കാണ്ട് വേറെ നമുക്ക് ലെസ് ത്രെട്ടണിങ് ആയിട്ടുള്ള ഒരാളോട് അത് കാണിക്കുക, ഒരു പേഴ്സണോട് കാണിക്കുന്നതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് എനിക്കിപ്പം എൻ്റെ പ്രൊഫസറോട് ടീച്ചറോട് എനിക്ക് ദേഷ്യമുണ്ട് എന്നത് അവിടെ കാണിക്കാം, അല്ലെങ്കിൽ എൻ്റെ ബോസ് എന്നെ നന്നായിട്ട് വഴക്ക് പറഞ്ഞു എന്തെങ്കിലും ചെയ്തെന്ന് വിചാരിച്ചിട്ട്. സോ ആ ഒരു ദേഷ്യം ഞാൻ വീട്ടിൽ വന്നിട്ട് എനിക്ക് ലെസ് ഹാമിങ് ആയിട്ടുള്ള എൻ്റെ അമ്മയോടോ അങ്ങനെ ആരോടെങ്കിലും തീർക്കുന്നതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. Sublimation also lets impulse be expressed by transforming them to an acceptable form. Anxiety goes down when a transformed impulse is expressed instead of the initial one. Freud felt that sublimation, more than any other mechanism, reflects maturity. For example, sexual curiosity may be redirected into intellectual research, sexual activity into athletics. അതായത് നമുക്കൊരു അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഇമ്പൾസ് ഉണ്ടെന്ന് വിചാരിക്കാം, അതിനെ നമ്മൾ ആക്സെപ്റ്റബിൾ ഫോമിലോട്ട് കാണിക്കുന്നതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്.
ഇപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ നമ്മൾ സെക്ഷൽ ക്യൂരിയോസിറ്റി ഉണ്ട് നമുക്കുള്ളിലെന്ന് വെച്ചോ, സെക്ഷൽ ആക്ടിവിറ്റിയൊക്കെ ആയിട്ട് നമ്മൾ ഇമ്പൾസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് ഡിസൈറബിൾ ഫോമായിട്ടുള്ള അത്ലറ്റിക്സിലേക്കോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഭയങ്കര സങ്കടം ഉണ്ടെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ നമുക്ക് മാർക്ക് കുറവാണ്, അപ്പോൾ നമ്മൾ തകരാണ്ട് നമ്മൾ നന്നായിട്ട് പഠിക്കുക, നമുക്കിത് നല്ല മാർക്ക് വാങ്ങിക്കാൻ ശ്രമിക്കുക, അതിന് ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യുക, കുറച്ചുകൂടി ആക്സെപ്റ്റബിൾ ഫോമിലോട്ട് നമ്മളിതിനെ മാറ്റുന്നതിനാണ് സപ്ലിമേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ റിയാക്ഷൻ ഫോർമേഷൻ. റിയാക്ഷൻ ഫോർമേഷൻ എക്സ്പ്രസ്സസ് an impulse by its opposite. Hostility, for example, may be replaced by friendship. Frequently, however, the substitution is exaggerated, thereby calling into question the genuineness of the feeling. റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രൂ ആയിട്ടുള്ള ഇമ്പൾസസിനെ ഓപ്പോസിറ്റായിട്ട് കാണിക്കാം. നമുക്കൊരാൾ ദേഷ്യമുണ്ട്, പക്ഷെ ആ ദേഷ്യം ഞാൻ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ട്ഷിപ്പാക്കിയിട്ട് മാറ്റുന്നു, അല്ലെങ്കിൽ നല്ലൊരു ആക്സെപ്റ്റബിൾ ഫോമായിട്ടുള്ളൊരു റിയാക്ഷനിലോട്ട് മാറ്റുന്നതിനെയാണ് റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഐഡൻറ്റിഫിക്കേഷനാണ്. In identification, we reduce anxiety by modeling our behavior on that of someone else. By assuming the characteristic of a model who appears more successful in gratifying needs, we can believe that we also possess those attributes. We may also identify with an authority figure who is resented and feared. Such identification may assist us in avoiding punishment. As we have already seen, identification with the same-sex parent plays an important role in development of super-ego and subsequent personality. ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റോൾ മോഡലിനെ വെച്ചിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ലൂസായിരിക്കുകയെന്ന് വിചാരിച്ചു, നമ്മൾക്കിനി എനർജി ഇല്ല, സോ നമ്മളവിടെ ഇരിക്കാതെ നമ്മൾ കുറച്ച് മോട്ടിവേഷൻ വീഡിയോ കണ്ടിട്ട് നമ്മൾ ഈ ഒരു റോൾ മോഡലിനെ വെച്ചിട്ട് അതിൽ നിന്ന് മാറാൻ നോക്കും. ഒരു ഐഡൻറ്റിറ്റി നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് മാറാൻ നോക്കുന്നതിനാണ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. റിഗ്രഷൻ. ഇൻ റിഗ്രഷൻ, ദ പേഴ്സൺ മൂവ് ബാക്ക്വേർഡ് ഇൻ ടൈം ടു എ സ്റ്റേജ് that was less anxious and had fewer responsibility. Regression frequently occurs following a traumatic experience. A child who begins bedwetting again and frightening by the prospects of going to school may be showing signs of regression. അതായത് നമ്മുടെ എന്തെങ്കിലും ആൻസൈറ്റി വന്നതിന് ശേഷം നമ്മൾ ചെറുപ്പത്തിൽ ചെയ്തിരുന്ന കാര്യത്തിലൂടെ നമ്മൾ പോവുക. ഫോർ എക്സാമ്പിൾ ബെഡ് വെറ്റിംഗ്. അതുപോലെ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഈ ടെഡി ബെയറിനെ കെട്ടിപ്പിടിച്ച് കരയുക, അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ എന്താണോ നമുക്കിഷ്ടം, അല്ലെങ്കിൽ ആ ഒരു രീതിയിലോട്ട് നമ്മൾ പോകുന്നതിനെയാണ് നമ്മൾ റിഗ്രഷൻ എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു ആൻസൈറ്റി ഉള്ള സമയത്ത് നമ്മൾ ചെറുപ്പത്തിലെ ബിഹേവിയേഴ്സ് കാണിക്കുന്നതിനാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ 10 ഡിഫൻസ് മെക്കാനിസം ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇന്ന് കോമെൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ആൻഡ് താങ്ക് യു ഫോർ ലിസണിങ് ദ വീഡിയോ ആൻഡ് വാച്ചിങ് ദ വീഡിയോ. എന്തെങ്കിലും ടോപ്പിക്സിനെ കുറിച്ച് ഡൗട്ട്സോ അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാനോ ഉണ്ടെങ്കിൽ നിങ്ങൾ കോമെൻറ്റ്സിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ വീഡിയോസ് ഇടാം. ഓക്കെ, ബൈ.